ഹലോ, ഇന്നൊരു ഔഷധക്കഞ്ഞിയാണേ. ഉലുവക്കഞ്ഞി, ഉലുവ പായസം എന്നും പറയാം. കർക്കിടക മാസം മസ്റ്റായിട്ടും കഴിക്കേണ്ട ഒന്നാണിത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. വൈകുന്നേരമാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു പിടി അരിയും, പച്ചരിയോ അല്ലെങ്കിൽ തരക്കിയരിയോ എടുക്കാം. രണ്ടും സെയിം അളവിലായിരിക്കണം. ഉലുവ നന്നായി കഴുകി വേണം കുതിർത്ത് വെക്കാൻ. ആ കുതിർത്ത വെള്ളത്തോടെ നമുക്ക് കുക്കറിലേക്ക് ഒഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ അരിയും കഴുകിയിടാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇനി ശർക്കരപ്പാനി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം. അതിന് തേങ്ങ ചിരകി അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി തിരുമ്മി പിഴിഞ്ഞെടുത്തതാണ് പാല്. ശർക്കരപ്പാനി നന്നായി തിളച്ച് പാനിയായിട്ടുണ്ട്. അപ്പോഴേക്കും ഉലുവയും അരിയും കൂടെ വെന്ത് വന്നു. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. ഇനി ശർക്കരപ്പാനിയും ഉലുവയും അരിയും കൂടെ നന്നായി മിക്സ് ചെയ്ത് അത് രണ്ടും കൂടി നന്നായി തിളച്ച് കുറച്ച് വറ്റി വരട്ടെ. കൂടെ കുറച്ച് നെയ്യും ചേർക്കാം. ഇത് ശർക്കര ചേർക്കാതെ ഉപ്പ് മാത്രം ഇട്ടും കഴിക്കുന്നവരും ഉണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം, കുറച്ച് നെയ്യും ചേർക്കാം. ഒന്ന് ചൂടാകുമ്പോൾ വാങ്ങി വെക്കാം. ഉപ്പ് മാത്രം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ട് ശർക്കര ചേർത്ത് ഉണ്ടാക്കി കഴിക്കണം. ശരീരം ശുദ്ധിയാവാൻ നല്ലതാണ് ഉലുവ. കർക്കിടക മാസം കഴിയാറായി. എല്ലാവരും 3 ദിവസമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടതില്ല. ഇതൊരു ഔഷധക്കഞ്ഞിയാണ്. ഉണ്ടാക്കി അഭിപ്രായം അറിയിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.